കർണാടകയിൽ നമ്മൾ എന്നാർപുരത്ത് അടുത്തൊരു കർഷകനെ നമ്മൾ മീറ്റ് ചെയ്യാനായിട്ട് വന്നേക്കാണ്. അദ്ദേഹത്തിന്റെ പേര് ജോമി എന്നാണ്. അവര് അനിയനും ചേട്ടനും കൂടിയാണ് ചെയ്യുന്നത്. അനിയന്റെ പേര് ജിൻഡോ എന്നാണ്. അവരിവിടെ കോഴി കർഷകരാണ്. അതിൻ്റെ ഒപ്പം തന്നെ മറ്റു പല കൃഷികളും ചോദിക്കുന്നുണ്ട്. നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം, അവരുടെ ഫാം ഒന്ന് കാണാം. നമസ്കാരം. നമസ്കാരം. എങ്ങനെയുണ്ട് ഏട്ടാ നമ്മുടെ കർണാടകയിൽ കോഴി കൃഷി എങ്ങനെയുണ്ട്? കോഴി കൃഷി ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് നല്ല ഇതാണ്. അത്യാവശ്യം ഇപ്പൊ ഒരു സീസൺ മാത്രമാണ് ഇച്ചിരി ചൂടിന്റെ ഒരു ഇത് വന്നത്. മഞ്ഞുകാലം മഴക്കാലം നല്ല വിളവാണ്, നല്ല വിളവ് കിട്ടുന്നുണ്ട്. കോഴി ചത്തുപോകുന്ന ഇതൊക്കെ കുറവാണോ? അത് അത്ര പ്രശ്നമില്ല ഇവിടെ. ഇത് പിന്നെ ഫീഡിന്റെ ഇത് അറ്റാക്കായി ചാവണത് അതൊക്കെ സാധാരണ ഇങ്ങനെ ഉണ്ടായി. ഇവിടെ എങ്ങനെയാ മിനിമം റേറ്റ് എത്രയാണ്? മിനിമം റേറ്റ് വന്നിട്ട് 6,000 രൂപയാണ് കമ്പനിയുടെ ഇത്. 6,000 രൂപ. പിന്നെ പ്രൊഡക്ഷൻ കോസ്റ്റിന്റെ മേലെ നമുക്ക് പ്ലസ് ആയിട്ട് വരും. ഒരു 8 രൂപ 10 രൂപയുടെ അടുത്ത് കിലോയ്ക്ക് വരും. എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും കമ്പനിയുടെ ഭാഗത്ത്? എല്ലാ സപ്പോർട്ടും കമ്പനിയുടെ വശത്തുനിന്നാണ്. ഫീഡ് തുടങ്ങി, മെഡിസിൻ തുടങ്ങി, കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്ന തുടങ്ങി, അവസാനം കോഴിനെ ലിഫ്റ്റ് ചെയ്യുന്ന എല്ലാം അവർക്കിടെ തന്നെ. ഏതൊക്കെയാണ് മെയിൻ കമ്പനികൾ ഇവിടെ? ഇവിടെ ലൈഫ് ലൈൻ ഉണ്ട്, ബെഗാന ഉണ്ട്, പിന്നെ സുഗുണ, അലരിഫ്, അങ്ങനത്തെ കമ്പനികൾ. നമ്മളിപ്പോ ഏത് കമ്പനിയായിട്ടാണ് നമ്മളിവിടെ? ഞങ്ങൾ ഇവിടെ ചെയ്തേക്കുന്നത്, ഇവിടെ ഞങ്ങൾക്ക് നിയർ ആയിട്ടുള്ളത് ഇവിടെ കൊപ്പയിലുള്ള ബെഗാന എന്ന് പറയും. ബെഗാന ഫാം എന്ന് പറഞ്ഞിട്ട് അവർക്കിടെ അണ്ടറിലാണ് ഞങ്ങൾ ഇവിടെ. ജോൺ ചേട്ടാ, എന്താ ഇതിനകത്തേക്ക് ഈ കൃഷിയിലേക്ക്, കോഴി ഫാമിങ്ങിലേക്ക് വരാനുള്ള കാരണം? കോഴി ഫാമിലേക്ക് വരാനായിട്ട് മെയിൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോ ഒരേ കൊല്ലങ്ങളിൽ ഇങ്ങനെ വേറെ വേറെ കൃഷികൾ ഇറക്കും. അവസാനം അത് കൊടുക്കേണ്ട സമയത്ത് കഴിയുമ്പോൾ നമുക്ക് അതിന്റെ കറക്റ്റ് വിലയൊന്നും കിട്ടില്ല. അപ്പൊ ഞങ്ങൾ ചിന്തിച്ചത് ഇത്രേ ഉള്ളൂ, ഞങ്ങൾക്കൊരു സ്ഥിരം വരുമാനമായിട്ടും പിന്നെ കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ ഒരു 2 മാസത്തിലൊരിക്കൽ ഇങ്ങനെ ഒരു ഇൻകം കിട്ടാൻ പാകത്തിനുള്ള ഒരു ഇതിനെ പറ്റി അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഇത് കോഴി ഫാം തന്നെ ഒരു ബെറ്റർ ആയിട്ട് ഒരു ഇത് തോന്നി. അപ്പം അങ്ങനെയാണ് ഇവിടെ ഞങ്ങൾ ഈ കൃഷിയിലേക്ക് ഇറങ്ങിയത്. പിന്നെ ഇത് ഇവിടെ ഞങ്ങൾ തുടങ്ങുന്ന സമയത്ത് ഇവിടെ ഫാമുകളൊന്നും ഇല്ല അധികമൊന്നും. അതിനുശേഷമാണ് ഇപ്പൊ ആദ്യം പിന്നെ കുറേ പേര് വന്ന് ഫാമുകളൊക്കെ നോക്കിയിട്ട് പോയി. ഇപ്പൊ കുറേ ഫാമുകൾ ആയിട്ടുണ്ട് ഇവിടെ എന്നാർപുരം. അതായത് നമ്മുടെ എന്നാർപുരത്ത് തന്നെ ആദ്യമായിട്ട് കൃഷി കോഴി ഫാം കൊണ്ടുവന്നത് നമ്മുടെ ജോമി ചേട്ടനാണ്. അപ്പൊ എങ്ങനെയാണ് ലേബേഴ്സിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്? ചേട്ടൻ ഒറ്റയ്ക്ക് ഇതിൽ ഇപ്പൊ ലേബേഴ്സ് വന്നിട്ട് ഞാനും അനിയനും തന്നെയാണ് ഇത് ഫുള്ള് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ടെക്നോളജിയാണ് ഈ നിപ്പിൾ സിസ്റ്റമും ഇതിന്റെ ഇതെല്ലാം ചെയ്തേക്കുന്നത്. അപ്പൊ ഇതിൽ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുടിക്കാനുള്ള പാത്രങ്ങളോ അതൊന്നും വന്നില്ല. അപ്പൊ ആ പാത്രങ്ങൾ കഴുകണ പണിയോ അങ്ങനത്തെ പണികളൊന്നും വന്നില്ല. ഡെയിലി രാവിലെയും വൈകിട്ടും ഫുഡ് ഇടുക, അതാ മെയിനായിട്ട് അതാ വന്നുള്ളൂ പണി. പിന്നെ ഇത് മെഡിസിനോ കാര്യങ്ങളോ എന്തായാലും ഉണ്ടെങ്കിൽ ഈ പൈപ്പ് ലൈൻ വഴി തന്നെയാണ് കൊടുക്കുന്നത്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ജോമി ചേട്ടൻ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കേരളത്തില് പലയിടത്തും ഉണ്ടെങ്കിൽ പോലും ഇവിടെ കർണാടകയിൽ ആദ്യമായിട്ടൊരു ഫാം തുടങ്ങിയപ്പോ അവിടുത്തെ ഏറ്റവും നല്ല കാര്യങ്ങളാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. നമുക്ക് നോക്കിയാൽ അറിയാം, പാത്രങ്ങളില്ല. അപ്പൊ അത്രയധികം അവിടെ വർക്ക് കുറയുന്നുണ്ട്. ഫാനുകൾക്ക് പകരം വെള്ളമാണ് മുകളിൽ സ്പ്രേ ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ജോമി ചേട്ടൻ. ഇതാണ് നമ്മുടെ ജോമി ചേട്ടന്റെ അനിയൻ ജിൻഡോ ചേട്ടൻ. ഇവർ രണ്ടുപേരും കൂടിയാണ് ഈ ഫാം നടത്തുന്നത്. ജിൻഡോ ചേട്ടാ, നമ്മളിപ്പോ ഈ ഫാമിൽ, നമ്മുടെ കേരളത്തിലെ ഫാമാണെങ്കിൽ കൂടുതലും ഫാനുകളാണ് വെക്കുന്നത്. ഇവിടെ വന്ന് നോക്കിയപ്പോ വെള്ളം കൊണ്ടാണല്ലോ ചെയ്യുന്നത്. എന്താ അങ്ങനെ അത് ചെയ്യാൻ കാരണം? ഇപ്പൊ മോളിലേക്ക് ചൂട് കുറയ്ക്കാൻ വേണ്ടിട്ട് മോളിൽ ഇങ്ങനെ വെള്ളം വിട്ട് ഇതാക്കണം. ഇവിടെ വേറെ എന്തൊക്കെയാണ് ഏട്ടാ കൊണ്ടുവന്നിട്ടുള്ളത്? നമ്മളിപ്പോ നിങ്ങളാണല്ലോ ഫസ്റ്റ് ഇവിടേക്ക് കൊണ്ടുവന്നത്, എന്നാർപുരത്തേക്ക് ഫസ്റ്റ് ആയിട്ട് ഫാമിംഗ് കൊണ്ടുവന്നത് നിങ്ങളാണല്ലോ. അതെ അതെ. എങ്ങനെ തോന്നുന്നു ഇപ്പൊ അതിന്റെ? നിങ്ങൾ സംതൃപ്തരാണോ? എങ്ങനെയാണോ മൊത്തത്തിൽ തോന്നുന്നത്? സംതൃപ്തരാണ്. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങക്ക് പുറമെ വേറെ ഒന്നും പോയി ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിനകത്ത് തന്നെ ചെയ്യാൻ പറ്റും. അത്യാവശ്യമുള്ള ഇൻകം ഇതും കൊണ്ട് ഉണ്ട്. ഇപ്പൊ കേരളത്തിൽ നിന്ന് ഒരുപാട് യുവാക്കള് കൃഷിയിലേക്ക് ഇറങ്ങണമെന്ന് വിചാരിക്കുന്നുണ്ട്. എന്താണ് ചേട്ടന് പറയാനുള്ളത്? അവരെ കർണാടകയിലേക്ക് അവരെ സ്വാഗതം ചെയ്യാനായിട്ട് എന്താണ് ഇവിടെ നമുക്ക് കൂടുതലായിട്ട് കേരളത്തിനേക്കാളും എന്തെങ്കിലും ബെനിഫിറ്റ്സ് കൂടുതൽ തോന്നുന്നുണ്ടോ? എങ്ങനെയാണ് മൊത്തത്തിൽ കൃഷിക്ക് ഇവിടെ നല്ല സപ്പോർട്ടാണ് ഉള്ളത്. സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ളത് നല്ല സപ്പോർട്ടാണ് ഉള്ളത്. ഞങ്ങളിപ്പോ പൗൾട്രി ഫാം ഉണ്ട്, പിന്നെ കുറച്ച് ഒരു 2 ഏക്കർ അടയ്ക്കയുണ്ട്, പിന്നെ റബ്ബർ, ഇങ്ങനെയൊക്കെ ആയിട്ടാണ് ഞങ്ങളുടെ ഒരു ലൈഫ് ഞങ്ങൾ കണ്ടേക്കുന്നത്. ഹാപ്പി ആയിട്ട് പോണു. ഈ ഇതിൽ അത്യാവശ്യം കുഴപ്പമില്ല.